ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അണ്ടർസ്റ്റാൻഡിങ് കേരള സൊസൈറ്റി എക്കോണമി ആൻഡ് എക്കോളജി എന്നുള്ള സബ്ജക്റ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മീ മൈ സെൽഫ് മട്ടാഞ്ചേരി റിട്ടൺ ബൈ അനിത തമ്പിയാണ് നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്ന ചാപ്റ്റർ. അപ്പം ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്ത തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഒരു ചാപ്റ്ററിലെ ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മട്ടാഞ്ചേരിനെ കുറിച്ചാണ് അല്ലേ ഇതിനകത്ത് മെയിനായിട്ടും പറയുന്നുണ്ടാവാൻ നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ അനിത തമ്പി എന്ന് പറയുന്നത് ഒരു മലയാളം പോയറ്റാണ്, എസ്സേയിസ്റ്റാണ്, അതേപോലെ തന്നെ ട്രാൻസ്ലേറ്ററാണ്. അങ്ങനെ അവരെക്കുറിച്ച് അത്യാവശ്യം വേണ്ടത് ഇൻട്രൊഡക്ഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഒരു ചാപ്റ്ററിൽ എന്താ ഉദ്ദേശിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ട് മട്ടാഞ്ചേരിനെ കുറിച്ചുള്ള കുറച്ച് കവിതകൾ ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ട് എഴുതേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യകതയുമായി ബന്ധപ്പെട്ടിട്ട് മട്ടാഞ്ചേരിയിലെത്തുകയും അവിടത്തേക്ക് ജീവിതങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവരുമായിട്ട് ഇടപഴകിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് ഈ പഠിക്കാനുള്ള മീ മൈസെൽഫ് മട്ടാഞ്ചേരി എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ അതുകൊണ്ട് തന്നെ അതിലൊരു ആ മട്ടാഞ്ചേരിയുടെ ഒരു ഡീപ്പ് ഹിസ്റ്ററിയും അതേപോലെ തന്നെ അവിടുത്തെ ആ ഒരു വൈവിധ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഈ ചാപ്റ്ററിന് ശരിക്കും ഒട്ടും ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, കാരണം എന്താണ് അതിനകത്ത് പറയുന്നത് ആ ചാപ്റ്റർ വായിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം കിട്ടും. അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതും അവർക്ക് എന്താണ് അവിടെ പോയിട്ട് കിട്ടിയത് എന്നുള്ളതും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എല്ലാ സംഭവങ്ങളും ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് നമുക്കത് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമേ ഇല്ല. എന്നാലും ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞല്ലോ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. മട്ടാഞ്ചേരി ഇസ് നോട്ട് മൈ ഹോംലാൻഡ്. അപ്പോൾ നമ്മുടെ ഓഥർ പറയണം മട്ടാഞ്ചേരി എന്തായാലും എൻ്റെ നാടല്ല, അത് ഞാനൊരു മട്ടാഞ്ചേരിക്കാരിയല്ല. ഐ വാസ് നോട്ട് ബോൺ ഓർ ബ്രെഡ് ദ ഐ ഫസ്റ്റ് എൻകൗണ്ടർ ദിസ് ലാൻഡ് ആസ് എ വിസിറ്റർ. ഞാനിവിടെ ജനിക്കുകയോ വളരുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഞാനിവിടെ ഒരു വിസിറ്ററായിട്ടാണ് വന്നിട്ടുള്ളത്. ഐ വാസ് ടു റൈറ്റ് പോംസ് ആസ് പാർട്ട് ഓഫ് ആൻ എക്സിബിഷൻ ക്യൂറേറ്റഡ് ബൈ റിയാസ് കോമു അറ്റ് ഉറു ആർട്ട് ഹാർബർ. മട്ടാഞ്ചേരി വാസ് ദ തിന ആൻഡ് ടൈറ്റിൽ ഓഫ് ദ ഷോ. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ല ഓൾറെഡി എന്താണ് എന്തുകൊണ്ട് അവർ ഈ ചാപ്റ്റർ എഴുതി, എങ്ങനെ എഴുതി, ഏത് രീതിക്ക്, അതൊക്കെയും ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല നമ്മൾ പറഞ്ഞില്ല. അതന്നെ അവർ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് അവിടെ എത്തിയത്, മട്ടാഞ്ചേരിയിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ട് കവിതകൾ എഴുതാൻ വേണ്ടി റൈറ്റ് പോയിൻറ്റ്സ് കവിതകൾ എഴുതാൻ വേണ്ടിയിട്ട് റിയാസ് കോമു ഓർഗനൈസ് ചെയ്തിട്ടുള്ള എക്സിബിഷൻ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മട്ടാഞ്ചേരി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഷോയുടെ ടൈറ്റിലും എന്താ പറയുക ലാൻഡ്സ്കേപ്പും എല്ലാം മട്ടാഞ്ചേരി ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി അവിടെ വിസിറ്ററായിട്ട് മട്ടാഞ്ചേരിയിൽ എത്തിയത്. ടു മീ മട്ടാഞ്ചേരി വാസ് എ ഷോർ ഓഫ് റൺ ഡൗൺ ഗോഡൗൺസ് ആൻഷ്യൻ എഡിഫൈസസ് ആൻഡ് ടൂറിസ്റ്റ് ലൈഫ്സ്. എന്നെ സംബന്ധിച്ചിട്ട് മട്ടാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗോഡൗണുകൾ, അതേപോലെ വലിയ വലിയ കെട്ടിടങ്ങൾ, പഴമ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ, അതേപോലെ ടൂറിസ്റ്റുകാരുടെ സ്ഥലങ്ങൾ, അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തിനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെയാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്നത്. ഐ ട്രാവൽ ടു ദാറ്റ് ഷോ മെനി ഡേയ്സ് മെനി ടൈംസ്. ഞാൻ ഒരുപാട് തവണ ആ ഒരു തീരത്തേക്ക് യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്ലോലി ആൻഡ് സോഫ്റ്റ്ലി മട്ടാഞ്ചേരി ഓപ്പൺഡ് ഇറ്റ്സ് മിരിയാഡ് ലെയേഴ്സ് ആൻഡ് നാരോ അലീസ് ടു മീ ലൈക്ക് വാട്ടർ വീസ് പാർട്ടിംഗ് വേസ് ടു എ റോവിംഗ് ബോട്ട്. അപ്പോൾ അങ്ങനെ പതിയെ പതിയെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, എൻ്റെ മുന്നിൽ ആ ഒരു മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം, അതിൻ്റെ ഇടവഴികളും അതിൻ്റെ മാർഗ്ഗങ്ങളും എണ്ണമറ്റ വഴികളും എല്ലാം എന്ത് ചെയ്യണം എൻ്റെ മുന്നിൽ തുറന്നു തരാണ്. അതിന് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ബോട്ട് ഇങ്ങനെ എന്താ പറയുക കായലിൽ കൂടെ പോകാമെന്ന് വിചാരിക്കുക, നിറച്ച് പുല്ലും ഒക്കെ നിൽക്കുന്ന ഒരു കായലിൽ കൂടെ പോകാമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ബോട്ട് പോകുന്നതനുസരിച്ച് ഈ പുല്ലുകൾ നമുക്ക് വഴിമാറി തരുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ ആ ഒരു പുല്ലുകളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ആ ബോട്ട് മുന്നേറി പോവുക. അപ്പോൾ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന, എൻ്റെ മുന്നിൽ ഒരുപാട് വഴികളും എണ്ണമറ്റ വഴികളും ഇടവഴികളൊക്കെ തുറന്നു തരുന്ന രീതിയിലാണ് മട്ടാഞ്ചേരിനെ എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. എ ഫേബിൾ ലാൻഡ് ഷേപ്ഡ് ബൈ ഇറ്റ്സ് ആൻഷ്യൻനെസ് ആൻഡ് ഡൈവേഴ്സിറ്റി. എന്നെ സംബന്ധിച്ചൊരു കെട്ടുകഥ പോലത്തെ ഒരു ഭൂമിയാണ് അത്, അത്തരത്തിലുള്ളൊരു ലാൻഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവിടെ എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഒരു പഴമയും അതിൻ്റെ വൈവിധ്യവും ഒക്കെ കൂടെ ചേർന്ന് ഷേപ്പ് ചെയ്തിട്ടാണ് ആ ഒരു ഭൂമി അവിടെ ഉണ്ടായിട്ടുള്ളത്. എ പ്ലേസ് ദാറ്റ് lives in the many layers of vocations, communities, lifestyles and dialects. It's diverse people living cheek by jowl literary. അപ്പോൾ അവർ പറയുകയാണ്, അതായത് ഇവിടുത്തെ തൊഴിലുകൾ, അതേപോലെ ഇവിടുത്തെ കമ്മ്യൂണിറ്റീസ്, ഇവിടുത്തെ ജീവിത രീതികൾ, ഇവിടുത്തെ ഭാഷാ വൈവിധ്യങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ഒക്കെയും ഒരു ആകെ തുകയായിട്ടാണ് ആ ഒരു നാട് അവിടെ അങ്ങനെ നിൽക്കുന്നത്. മാത്രമല്ല അവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നത്, ചീക്ക് ബൈ ജോൾ എന്ന് പറഞ്ഞാൽ തിങ്ങിപ്പാർക്കുക എന്ന് പറയില്ല, ശരിക്കും തിങ്ങിപ്പാർക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കുന്നത് അവിടെ പോയിട്ടാണെന്ന് പറഞ്ഞത്. കാരണം അത്രയും തിങ്ങിപ്പാർത്തുകൊണ്ട് തന്നെയാണ് അവിടെ ആളുകൾ ജീവിക്കുന്നത്. ഇറ്റ് സ്പേസസ് ആൻഡ് എഡിഫൈസസ് വാലോ ഇൻ ആൻഷ്യൻ മെമ്മറീസ്. അവിടുത്തെ
സ്ഥലങ്ങളായിക്കോട്ടെ, അവിടുത്തെ എന്താ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളായിക്കോട്ടെ, പഴയ കെട്ടിടങ്ങളായിട്ട് ഉദ്ദേശിക്കുന്നത്, പഴമയുടെ ആ ഒരു ഭംഗി കാണുന്ന കെട്ടിടങ്ങൾ. അപ്പോൾ ഇതൊക്കെയും എന്താണെന്നാ പറയുന്നത്, അതിൻ്റെ ആ ഒരു ആൻഷ്യൻ മെമ്മറീസിനെ തൊട്ടുണർത്തുന്ന തരത്തിലുള്ളത് തന്നെയാണ്. ഹിയർ ആൻ അർക്കൈക് ബാക്ക് ഡോർ ഓഫ് ദി സബ് കോണ്ടിനെന്റ് ഓപ്പൺസ് ടു ദ ഔട്ടർ വേൾഡ്. ഇവിടുത്തെ ഈ ഒരു പഴയ ആ ഒരു ഡോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക ഓർമ്മകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് ആ ഒരു പുതിയൊരു ഉപഭൂഖണ്ഡത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ സബ് കോണ്ടിനെന്റിലേക്ക്, ആ ഒരു ഔട്ടർ വേൾഡിലേക്ക്, പുറം ലോകത്തിലേക്ക് തുറക്കുന്ന ഒരു വാതായനം പോലെയാണ് ഇവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ എന്നാണ് അവർ പറയുന്നത്. A nation by itself, its diversity of shared history and coexistence is a model not just for Kerala but even the rest of the world. കേരളത്തിന് മാത്രമല്ല മൊത്തം വേൾഡിന് പോലും ആ ഒരു എന്താ പറയുക കോഎക്സിസ്റ്റൻസ് ആയിക്കോട്ടെ, ഷെയർഡ് ഹിസ്റ്ററി ആയിക്കോട്ടെ, അതൊക്കെ ഒരു മോഡലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇറ്റ്സ് നാഷണലിസം ഹാസ് ടു ബി വൺ ഇൻ വിച്ച് ദ പീപ്പിൾസ് പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് വിഷസ് ഫോർ ഫ്യൂച്ചർ മിങ്കിൾ മേർജ് ആൻഡ് മൂവ്. അപ്പോൾ ഇതിൻ്റെ ഒരു ദേശീയത, അവരുടെ ഒരു ദേശീയത എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ തന്നെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും അതെല്ലാം കൂടെ മേർജ് ചെയ്തുകൊണ്ട്, എല്ലാം കൂടെ മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള ആ ഒരു ആകെത്തുകയാണ് ഈ പറയുന്ന അവരുടെ ദേശീയത, അവരുടെ നാഷണലിസം. I wanted to capture that tenuous yet resilient texture of its life through words. അപ്പോൾ എനിക്കത് വാക്കുകൾ കൊണ്ട് വളരെ അത്യാവശ്യം ഒരു വീക്കായിട്ട് നമുക്ക് തോന്നിക്കുന്ന, എന്നാൽ അത്രയും നല്ല രീതിയിൽ പ്രതിരോധം തീർക്കാൻ കഴിവുള്ള അവിടുത്തെ ആ ഒരു രീതികൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് എല്ലാം വാക്കുകളിൽ കൂടെ എടുത്ത് കാണിക്കണം, ക്യാപ്ചർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇൻ ടൈം ഐ ഡിസ്കവർ ദാറ്റ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ആൻഡ് ഡിസ്ഹോണസ്റ്റ് ടു ട്രാവൽ അറൗണ്ട് ലൈക്ക് എ ടൂറിസ്റ്റ് ഓർ ജേർണലിസ്റ്റ് ആൻഡ് പോർട്രേ ദ പീപ്പിൾ ഇൻ 4 or 5 poems. പോം എഴുതാനാണല്ലോ അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുകയാണ് ശരിക്കും ഇത്രയും വലിയ ആ ഒരു വൈവിധ്യവും കാര്യങ്ങളും ഒക്കെയുള്ള ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു മണ്ണിനെക്കുറിച്ച് ജസ്റ്റ് 4-5 വരികളുള്ള ഒരു കുഞ്ഞു കവിതയിൽ ഒതുക്കുക എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും എന്താണ് സത്യസന്ധത ഇല്ലായ്മയാണ്, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. വെറുതെ ഒരു ജേർണലിസ്റ്റ് നടക്കുന്ന പോലെ, ടൂറിസ്റ്റ് നടക്കുന്ന പോലെ വെറുതെ ഇങ്ങനെ നടക്കുക, കാണുക, എന്നിട്ട് 4 വരി കവിത എഴുതുക, അത് പോരാ എന്ന് അവർക്ക് തോന്നുന്നു. Such museumization would not only be unworkable but also quite disrespectful and unethical to the land and its people. ഒരു എന്താ പറയുക മ്യൂസിയം ഉണ്ടാക്കുന്ന പോലെ, ഒരു കാഴ്ച വസ്തുക്കളെ കൊണ്ടുവന്ന് വെക്കുന്ന പോലെ, പുരാതന വസ്തുക്കളെ കൊണ്ടുവന്ന് വെക്കുന്ന പോലെ വെറുതെ 4 വരികളിൽ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. മാത്രമല്ല അതൊരു ബഹുമാനമില്ലായ്മ അല്ലെങ്കിൽ ഒരു അധാർമികമായിട്ടുള്ളൊരു കാര്യമൊക്കെയാണ് ഇവിടുത്തെ നാടിനോടും ജനങ്ങളോടും ഞാൻ ചെയ്യുന്നത് എന്നൊരു തോന്നൽ അവർക്ക് വരികയാണ്. I felt I ought to spend a long time to unravel the many layered story of മട്ടാഞ്ചേരി and tell it through its singular inhabitants. അപ്പോൾ ഇത് വെറുതെ 3-4 വരികളിൽ പറയാതെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് പറയണം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് അവർ അങ്ങനെയാണ് എത്തുന്നത്. A few of those early attempts at portrait poetry became a part of the exhibition. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഛായാകവിതകൾ, കുറച്ച് പോർട്രേറ്റ് പോയട്രികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സിബിഷൻ്റെ ഭാഗമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് അവരവിടെ വെച്ച് കണ്ടുപിടിച്ച അല്ലെങ്കിൽ അവരവിടെ വെച്ച് സംസാരിച്ച് ഇടപഴകിയിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളല്ല, കുറച്ച് മനുഷ്യരെ കുറിച്ചാണ് നമുക്ക് ഇതിനകത്തിന് പഠിക്കാനുള്ള. ഓരോ മനുഷ്യരുടെയും പേരുകളും അവരാരാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമുക്ക് കാണാനുള്ള ആളെന്ന് പറയുന്നത് മൈമുണ്ണി അലിയാണ്. അപ്പോൾ ആരാണ് മൈമുണ്ണി അലി എന്ന് നോക്കാം കേട്ടോ. For ages, Maimunni Ali, fondly called Alika, has been waking up at wee hours and walking the alleys of Mattancherry selling fish to households. മീൻ കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ മൈമുണ്ണി അലി എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുകയാണ് ഈ ഒരു മനുഷ്യൻ കുറേ വർഷങ്ങളായിട്ട് അതിരാവിലെ എഴുന്നേറ്റ് മട്ടാഞ്ചേരിയുടെ ആ വഴികളിൽ കൂടെയൊക്കെ നടന്ന് മീൻ വിൽക്കുന്ന, വീടുകളിൽ കൂടെയൊക്കെ പോയിട്ട് മീൻ വിൽക്കുന്ന ഒരു വ്യക്തിയാണ്. I met him one early morning at landing station on the shores where the first wave of industrialization in Kerala rolled in. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ എവിടെ വെച്ചിട്ടാണ് ഒരു ഏർലി മോർണിംഗ് പുലർച്ചെ ഞാൻ പോയ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഷോറിൻ്റെ ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഫസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന സംഭവം വരുന്ന ആ ഒരു കാലഘട്ടമാണ് കേട്ടോ. ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു കാലഘട്ടമാണ് കേരളത്തിൽ. അപ്പോൾ അന്ന് അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിൻ്റെ ഒരു അതിരാവിലെ ഒരു പുലർച്ചെ സമയത്താണ് ഞാൻ ഇദ്ദേഹത്തിനെ കാണുന്നത്. ഹി വാസ് എ ബോട്ട് വർക്ക്മാൻ. ആക്ച്വലി അദ്ദേഹം ഒരു തോണിപ്പണിക്കാരനാണ്. ഹിസ് ലെഗ്സ് ബെയർ bullets cast from the police firing during the 1953 workers struggle. 1953 വർക്കേഴ്സ് സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് പോലീസ് വെടിവെപ്പിൽ അദ്ദേഹത്തിന് ബുള്ളറ്റ് കൊണ്ടിട്ടുള്ളതിൻ്റെ പാടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കാലിൽ ഇപ്പോഴും കാണാം. നൗ 78 he continues his daily walk through മട്ടാഞ്ചേരി ടു സെൽ ഹിസ് ഫിഷ്. അപ്പോൾ ഇപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് 78 വയസ്സായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മട്ടാഞ്ചേരിയിൽ കൂടെ ഫിഷ് വിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോഴും നടക്കുന്നുണ്ട്. At 94, Sarah Cohen is one of the last links of Jewish history in Kochi. രണ്ടാമത്തെ കഥാപാത്രമാണ് സാറാ കോഹൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആരായിരുന്നു, മൈമുണ്ണി അലിയാണ്. ആ ഒരു എന്താ പറയുക തോണിപ്പണിക്കാരനാണ്, അതേപോലെ തന്നെ ഫിഷ് വിൽക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി പറയാനുള്ളതാണ് നമ്മുടെ സാറാ കോഹൻ. അപ്പോൾ സാറാ കോഹൻ എന്ന് പറയുന്നത് 94 വയസ്സുള്ള ഒരു സ്ത്രീയാണ്.
as one of the last links of Jewish history in Kochi. കൊച്ചിയിലെ ജൂതന്മാരുടെ ചരിത്രത്തിൻ്റെ അവസാനത്തെ കണ്ണിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യക്തിയാണ് സാറാ കോഹൻ എന്ന് പറയുന്നത്. സിറ്റിംഗ് നിയർ ദ വിൻഡോ ഷി വാസ് റീഡിംഗ് ദ ഹോളി ബുക്ക് വെൻ ഐ വെന്റ് ടു മീറ്റ് ഹർ. ഞാൻ അവരെ കാണാൻ പോയ സമയത്ത് അവർ ജനലിൻ്റെ അരികിൽ ഇരുന്നിട്ട് അവരുടെ വിശുദ്ധമായിട്ടുള്ള പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഔട്ട്സൈഡ് ദ വിൻഡോ വരെ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ചിൽഡ്രൻ. ആ ജനലിൻ്റെ പുറത്ത് ഒരു ഗ്രൂപ്പ് സ്കൂൾ കുട്ടികൾ വന്ന് നിൽക്കുന്നുണ്ട്. എന്തിനാ? വാച്ചിങ് അസ് ടേക്കിംഗ് ഹർ ഫോട്ടോഗ്രാഫ്സ്. അതായത് അവരുടെ ഫോട്ടോഗ്രാഫ് എടുക്കുന്നുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക ഓഥർ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവർ ഫോട്ടോഗ്രാഫൊക്കെ എടുക്കണതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്ത് കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഷി റേസ്ഡ് ഹർ ഹെഡ്, ഹർ ഫേസ് റിസൈൻ ടു ബീയിങ് റിഡ്യൂസ്ഡ് ടു ആൻ എക്സിബിറ്റ്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് അതായത് അവരൊരു കാഴ്ച വസ്തുവായിട്ട് മാറുകയാണ് എന്നുള്ള ഒരു തോന്നല്ല, അവരുടെ മുഖം ഇങ്ങനെ മാറുകയാണ്. ഹർ കെയർ ടേക്കർ സെഡ് ഷി ഹാഡ് നോട്ട് സ്ലെപ്റ്റ് ദ ഹോൾ നൈറ്റ്. അപ്പോൾ അവരെ നോക്കുന്ന സ്ത്രീ പറയുകയാണ്, അതായത് അവരൊരു ഹോൾ നൈറ്റ് ഇന്നലെ മുഴുവൻ ഇവർ ഉറങ്ങിയിട്ടില്ല. ഷി വാസ് വീപ്പിംഗ്, വി ഹാവ് ഓൾ മൈ പീപ്പിൾ ഗോൺ, ഐ ആം അലോൺ. അപ്പോൾ അവരെന്താ ഉറങ്ങാതിരുന്നത്? അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എവിടെ പോയി, എൻ്റെ ആളുകളൊക്കെ എവിടെ പോയി, ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള അവരുടെ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളൊന്നും കാണാനില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐ സാറ്റ് ബിസൈഡ് ഹെർ ഫോർ എ ലോങ് ടൈം. കുറേ സമയത്തേക്ക് അവരെന്ത് ചെയ്യണം, അവരുടെ കൂടെ തന്നെ ഇരുന്നു. ഐ റോട്ട് എ പോം സെറ്റ് ദ ട്യൂൺ ഓഫ് ദി ജൂയിഷ് സോങ് ഷീ സാങ്. അപ്പം നമ്മുടെ ഓഥർ അവരുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് അവർ പാടിയിട്ടുള്ള ഒരു ജൂയിഷ് പാട്ടിൻ്റെ ജൂയിഷ് സോങ്ങിൻ്റെ ട്യൂണിൽ അവരൊരു കവിതയൊക്കെ അവർക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. ദ പോം ഇസ് എ മോണോലോഗ് ടു ഗോഡ്. അത് അവരുടെ ഗോഡിനോടുള്ളൊരു മോണോലോഗ് എന്നുള്ള രീതിക്ക് ഒരു കവിതയാണ് അവർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏതാണ് നമ്മുടെ രണ്ടാമത്തെ കഥാപാത്രം സാറാ കോഹനാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ കഥാപാത്രമല്ല, രണ്ടാമത്തെ വ്യക്തി അവർ പരിചയപ്പെട്ടത്. അപ്പോൾ മൂന്നാമത്തെ വ്യക്തിയായിട്ട് ഇതിനകത്ത് പറയുന്നത് നെൽസൺ ഫെർണാണ്ടസ് ആണ്. നെൽസൺ ഫെർണാണ്ടസ് ഇസ് ദ ബാർഡ് ഓഫ് ദി ലാൻഡ്. അവിടുത്തെ എഴുത്തുകാരനാണ്, നാട്ടിലെ എഴുത്തുകാരനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. എ പ്ലെയർ റൈറ്റ്, ട്രേഡ് യൂണിയനിസ്റ്റ്, കൊച്ചീസ് ഓൺ റൈറ്റർ ഹൂസ് മെനി വേഴ്സസ് ഹാവ് ബീൻ ഇമ്മോർട്ടലൈസ്ഡ് ഇൻ ദ വോയിസ് ഓഫ് ദി ഗ്രേറ്റ് മെഹബൂബ്. മെഹബൂബിൻ്റെ ശബ്ദത്തിൽ കൂടെ എന്താ പറയുക അനശ്വരവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് വരികൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ പ്ലെയർ റൈറ്റ് ആണ്, ട്രേഡ് യൂണിയനിസ്റ്റ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേഖലകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഹി ഹാസ് റിട്ടൺ ഓവർ 500 സോങ്സ് ഡൺ ഓവർ 100 പ്ലേസ്. ഒരുപാട് എന്താ പറയുക 500 സോങ്ങുകൾ എഴുതിയിട്ടുണ്ട്. ഒരു 100ഓളം എന്താ പറയുക നാടകങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. And in his 80s, he continues to be involved in the labor movement. അപ്പോൾ 80 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഇന്ന തൊഴിലാളി സംഘടനകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. The poem on Nelson Fernandez takes off from a song he had composed for Mehboob and retraces his style of writing. അപ്പോൾ ഇനി വരുന്ന അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ചന്ദ്രകല എന്ന് പറയുന്ന ക്യാരക്ടർ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആരാണ് നോക്കിയത്, ഇപ്പോൾ ലാസ്റ്റ് നോക്കിയത് നെൽസൺ ഫെർണാണ്ടസ് ആണ്. ഇനി വരുന്നത് ചന്ദ്രകല എന്ന് പറയുന്ന ഒരു അമ്മയാണ്. എ മദർ ഇൻ ഹർ 80s, ചന്ദ്രകല ഹു മേക്സ് പപ്പടംസ് kneeling on the floor of a house is the last of a generation of പപ്പടം മേക്കേഴ്സ്. പപ്പടം ഉണ്ടാക്കുന്ന എന്താ പറയുക ഒരമ്മയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെന്ന് പറയുന്നത് മുട്ടൂത്തി ഇരുന്ന് കുറേ സമയം പിടിച്ചുകൊണ്ട് പപ്പടം ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ പപ്പടം ഉണ്ടാക്കുന്ന ഫാമിലിയിൽ മേ ബി പപ്പടം ഉണ്ടാക്കാനുള്ള തൊഴിൽ അറിയുന്നവരില്ലേ, ലാസ്റ്റത്തെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ചന്ദ്രകല എന്ന് പറയുന്ന അമ്മ. ഇൻ ഹർ ഹാൻഡ്സ് പപ്പടംസ് ദാറ്റ് റിസംബിൾ ഫുൾ മൂൺ ടേക്ക് ബർത്ത്. ദ സൈക്കിൾ ഓഫ് ലേബർ ആൻഡ് പ്രൊഡക്ഷൻ എ സ്കിൽ ദാറ്റ് ഇസ് ലൈക്ലി ടു എൻഡ് വിത്ത് ഹർ ലൈഫ് കൺജോയിനിങ് വിത്ത് ദ ഫെമിനൈൻ സെൽഫ് ഓഫ് ദി യൂണിവേഴ്സ് ഇറ്റ് സെൽഫ്. അപ്പോൾ അവരുടെ കയ്യിലെ പപ്പടം ഇരിക്കുന്ന കാണുമ്പോഴത്തേന് നമുക്കൊരു ഫുൾ മൂണിനെയാണ് ഓർമ്മ, ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ ഭംഗിയാണ് അവരുടെ പപ്പടമൊക്കെ ഉണ്ടാക്കുന്നത്. മാത്രമല്ല അവരുടെ ലൈഫ് എന്ന് പറയുന്നത് സൈക്കിൾ ഓഫ് ലേബർ ആൻഡ് പ്രൊഡക്ഷൻ, ആ ജോലി അതേപോലെ അതിൻ്റെ പ്രൊഡക്ഷൻ അത് തന്നെ ഇങ്ങനെ ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയണം. അവരുടെ സ്കില്ലെന്ന് പറയുന്നത് മിക്കവാറും എന്താണ് അവരോട് കൂടിയിട്ട് എൻ്റെ ചെയ്യും. കാരണം അവിടെ നിന്ന് അങ്ങോട്ടൊരു തലമുറ ആ ഒരു തൊഴിൽ അറിയില്ല, ചെയ്യാൻ ആഗ്രഹിക്കണം, ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തൊഴിൽ ചെയ്യുന്ന തലമുറയിൽ അവസാനത്തെ കണ്ണിയാവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ചന്ദ്രകല എന്ന് പറയുന്ന അമ്മ. മാത്രമല്ല അവരുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഒരു ഫെമിനൈൻ സെൽഫ് ഓഫ് ദി യൂണിവേഴ്സാണ്. ആ ഒരു യൂണിവേഴ്സിൻ്റെ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു പെൺമയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വ്യക്തിയായിട്ട് വരുന്നത് പ്രാട്ടി എന്ന് പറയുന്ന ഒരു വാഷർ വുമൺ ആണ്, അലക്കുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. പ്രാട്ടി ഈസ് എ വാഷർ വുമൺ, ഏജ് 85, 85 വയസ്സുള്ള ഒരു അമ്മയാണ് അവരും. ഷീ ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ കണ്ടിന്യൂയിങ് ലേബർ ഓഫ് എ വണ്ണർ കമ്മ്യൂണിറ്റി വിച്ച് വാസ് സെറ്റിൽഡ് ഇൻ മട്ടാഞ്ചേരി ബൈ ദ ഡച്ച് 4 centuries ago. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ വന്ന് താമസം ആരംഭിച്ചിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ള വണ്ണാർ കമ്മ്യൂണിറ്റി, വണ്ണാർ വിഭാഗത്തിലത്തെ ഒരു മെമ്പറാണ് നമ്മുടെ പ്രാട്ടി എന്ന് പറയുന്ന നമ്മുടെ വാഷർ വുമൺ, നമ്മുടെ അലക്കുകാരിയായിട്ടുള്ള ഒരു അമ്മ. Standing in knee deep water, she churns the dirt off. അവരെന്ത് ചെയ്യാറുണ്ട്, അവരത്രയും എന്താ പറയുക വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് അവരെ അഴുക്കൊക്കെ നീക്കം ചെയ്യാറുള്ളത്. ഓൺ ദ ക്ലോത്ത് ലൈൻ മൾട്ടി കളർഡ് ഫ്ലാഗ് ഫ്ലൈ. ഷീ പ്രസസ് ആൻഡ് ഫോൾസ് ആൻഡ് സീസ് ദം ഓഫ് ദ ടു റിട്ടൺ വിത്ത് ദ സ്വെറ്റ് ആൻഡ് സ്റ്റെയിൻ ആൻഡ് സ്മെൽ ഓഫ് ദി ലാൻഡ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, അവിടുത്തെ ആ ഒരു തുണികളും കാര്യങ്ങളും അതിൽ എത്ര കഠിനമായിട്ടുള്ള കറകളുണ്ടെങ്കിൽ അതൊക്കെയും ഇളക്കി കളഞ്ഞ് നന്നാക്കി എടുക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ്.
ഹൗ മെനി സച്ച് പീപ്പിൾ, ഹൗ മെനി സച്ച് ലൈവ്സ് മൈ ജേർണീസ് ടു മട്ടാഞ്ചേരി കണ്ടിന്യൂ. അപ്പോൾ അങ്ങനെ ഇത്രയും കഥാപാത്രങ്ങൾ, ഇത്രയും വ്യക്തികളെ തന്നെ അവരവിടെ പരിചയപ്പെടും. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം ആളുകൾ, എത്രത്തോളം ജീവിതങ്ങൾ, എത്രത്തോളം യാത്രകളൊക്കെ ഇനിയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് എന്ന് അവരിങ്ങനെ ചിന്തിക്കുകയാണ്. ദിസ് റൈറ്റിംഗ് എക്സ്പീരിയൻസ് വാസ് ന്യൂ ടു മീ. ഈ ഒരു എഴുത്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദീസ് വർ ലിവിങ് പീപ്പിൾ ഹു ഐ ഹാഡ് ഇൻ നോൺ ഫോർ ലോങ് ഓർ ഹാഡ് ദി ഫ്രീഡം ടു എൻഗേജ് വിത്ത് അൺഇൻഹിബിറ്റഡ്ലി. എവറി റിട്ടൺ ലൈൻ സ്ട്രെച്ച്ഡ് അക്രോസ് ആൻ അൺനോൺ അബീസ്. ഇപ്പോൾ ഓരോ എഴുതിയിട്ടുള്ള ഓരോ ഇത് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ജീവിക്കുന്ന ആളുകൾ അവരെ അറിയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഓരോ എഴുതിയിട്ടുള്ള വരികളും എന്താ ചെയ്തിട്ടുള്ള എന്താ പറയണത്, സ്ട്രെച്ച്ഡ് അക്രോസ് ആൻ അൺനോൺ അബീസ്. ഒരു അറിവില്ലാത്ത ഏതൊക്കെയോ ഗർത്തങ്ങളുടെയൊക്കെ കുറുകെ പോയിട്ടുള്ളത് പോലെയാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ലൗഡ് ഓർ മ്യൂട്ടഡ്. അത് ഒത്തിരി ഒച്ചത്തിലാണെന്നും പറയാൻ പറ്റില്ല, അതേപോലെ തന്നെ ഒത്തിരി സൗണ്ട് ഇല്ലാത്തതാണെന്നും പറയാൻ പറ്റില്ല, ഓർ സൗണ്ട് അൺട്രൂ. പക്ഷെ അതൊരിക്കലും എന്തല്ല എന്നാണ് പറയുന്നത്, ഒരു അസത്യമായിട്ടുള്ളൊരു കാര്യങ്ങളായിരുന്നില്ല. ഈച്ച് ഫേസ് ടു ഫേസ് മീറ്റിംഗ് വാസ് ആൻ എൻകൗണ്ടർ ഓഫ് ബോഡി ആൻഡ് സോൾ, സംതിങ് ഐ കുഡ് നോട്ട് ഡു വിത്തൗട്ട് പിയറിങ് ഡീപ്പ് ഇൻ ടു മൈ സെൽഫ്, മൈ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. എൻ്റെ പാസ്റ്റും എൻ്റെ പ്രസൻറ്റും ഒക്കെ എന്താണ് എൻ്റെ ഉള്ളിലോട്ട് ആ ഒരു പിയർ ചെയ്ത് ഇറങ്ങുന്ന പോലെ, അതിന് ഡീപ്പായിട്ട് ഉള്ളിലോട്ട് ഇറങ്ങുന്ന പോലത്തെ ഒരു ഫീലാണ് ഓരോ വ്യക്തിനെയും ഫേസ് ടു ഫേസ് ആയിട്ട് കാണുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. മട്ടാഞ്ചേരി ഐ തിങ്ക് റിലീസ്ഡ് മീ മൈ ലൈഫ് ആൻഡ് റൈറ്റിംഗ് ഫ്രം എ പോസിബിൾ സ്റ്റാഗ്നൻസി. അത്രയും കാലം എന്താ പറയുക, സ്റ്റാഗ്നൻ്റ് ആയിട്ട് സ്തംഭിച്ച് നിൽക്കുന്നത് പോലെ ഉണ്ടായിരുന്ന എൻ്റെ ആ ഒരു ലൈഫിനെ, എൻ്റെ ആ ഒരു റൈറ്റിങ്ങിനെ ഒക്കെ റിലീസ് ചെയ്തപ്പോൾ സ്വതന്ത്രമാക്കിയ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് മട്ടാഞ്ചേരിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഐ വാസ് റൈറ്റിംഗ് അബൌട്ട് ഓർഡിനറി പീപ്പിൾ. ഞാൻ സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ടായിരുന്നു. ദേ വർ ടു റീഡ് ഇറ്റ്. അവരെന്താണ്, തീർച്ചയായിട്ടും ഞാനത് എഴുതിയാൽ മാത്രം പോരാ, അവരത് വായിക്കുക കൂടെ ചെയ്യണം. ഐ വോണ്ടഡ് ദം ടു റിലേറ്റ് ടു ഇറ്റ്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, അതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ദ വേഴ്സസ് were not to appear in print. ഈ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് പ്രിൻ്റ് ആയിട്ട് വരേണ്ട കാര്യങ്ങളല്ല. The poems and subjects appeared first in big letters 30 feet above the ground on the peeling walls of an old crumbling godown. അതൊക്കെ എങ്ങനെ വരേണ്ടതാണെന്നാണ് പറയുന്നത്. ഈ എഴുതിയിട്ടുള്ള കവിതകളും കാര്യങ്ങളൊക്കെ അപ്പിയർ ചെയ്തത് ഫസ്റ്റ് വന്നത് ഇത്തരത്തിലൊരു പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്തിട്ടോ ഒന്നുമല്ല. വലിയ വലിയ അക്ഷരങ്ങൾ 10-30 അടി മുകളിലായിട്ട്, ഗ്രൗണ്ട് ഫീറ്റിൻ്റെ അവിടെ നിന്ന് അടിഭാഗത്ത് നിന്നും ഒരു 10-30 അടി മുകളിലായിട്ട് അവിടുത്തെ പണ്ടികശാലകളുടെ ആ ഒരു ഗോഡൗണുകളുടെയൊക്കെ ചുമരിൻ്റെ മുകളിലായിട്ടാണ് അത് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ന്യൂമറസ് ആർട്ടിസ്റ്റ് ആൻഡ് അതർ ഡൈവേഴ്സ് പീപ്പിൾ റെഡ് ദം സ്റ്റാൻഡിങ് ബിനീത്ത് ഹെഡ് റൈസർ. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളും സാധാരണക്കാര ആളുകളൊക്കെ അവിടെ വന്നു തല ഉയർത്തി പിടിച്ചത് വായിച്ചിട്ടുണ്ടായിരുന്നു എക്സിബിഷൻ്റെ സമയത്ത്. ദ പീപ്പിൾ ഹു ഹാഡ് ബിക്കം ദ പോംസ് ടു കെയിം വിത്ത് ദെയർ ഫാമിലീസ്. പല ആളുകൾക്കും സ്വയം അവർ കവിതകളായി മാറുന്ന പോലെ ഫീൽ ചെയ്യുകയാണ്. അവരെന്ത് ചെയ്തു, അവരുടെ കുടുംബത്തിൻ്റെ കൂടെ വരികയാണ്. അലീക്കാസ് ഡോട്ടർ റെഡ് ദ വേഴ്സ് ആൻഡ് ടോൾഡ് മീ ഹിസ് ഷോർട്ട് ടെമ്പർ യു മസ്റ്റ് ആഡ് ദാറ്റ്. അപ്പോൾ അലീക്കനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, കവിത എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അലീക്കയുടെ എന്താ പറയുക, വീട്ടിൽ നിന്ന് കുട്ടികൾ വന്നിട്ട്, മകൾ വന്നിട്ട് പറയണ, അലീക്ക നല്ല ദേഷ്യക്കാരനാണ്, ചുണ്ടിക്കാരനാണ്, അതുകൂടെ നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ്. അലീക്ക ലോഫ്ഡ്, ഇറ്റ്സ് ട്രൂ, ഇറ്റ്സ് ദ കൈൻഡ് ഓഫ് ആങ്കർ ദാറ്റ് 50 years ago made him dump his fish basket over the head of a Brahmin who called him a dog. That defined an age of political rage. അപ്പോൾ കുട്ടി പറഞ്ഞത് കറക്റ്റാണ്. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 10-50 വർഷങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മൺ ആയിട്ടുള്ള വ്യക്തി ഇദ്ദേഹത്തിനെ വന്നിട്ട് മോശമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കേണ്ടായി, ഡോഗ് എന്ന് വിളിക്കേണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിളിയിൽ ദേഷ്യം വന്നിട്ട് ആ മീൻകൊട്ടയിലെ മീൻ അങ്ങനെ ആ ബ്രാഹ്മണൻ്റെ തലയിൽ കൊട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, അത്രയും ദേഷ്യക്കാരനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരെ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം, അലീക്ക. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അത്രയും പൊളിറ്റിക്കൽ റേസ് ഉള്ള ആ ഒരു ചുണ്ടിക്കാരൻ തന്നെയാണല്ലേ. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടില്ലല്ലോ എന്നാണ് മകള് ചോദിക്കുന്നത്. In retrospect, I realized that each one of them was writing their own selves. അപ്പോൾ ഓരോരുത്തരും എന്താണ്, അവരുടെ തന്നെ സെൽഫാണ് അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. However, some lives that caught my imagination remained elusive. പക്ഷേ എനിക്ക് പിടുത്തം കിട്ടാത്ത, എനിക്ക് പിടിതരാതെ എഴുതി പോയുള്ള ജീവിതങ്ങളും അക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ കുറച്ച് പേരുടെ ലൈഫ് നമ്മൾ പറഞ്ഞു, അതിൽ എനിക്കൊരു പിടുത്തം തരാതെ പോയ ആളുകളും ഉണ്ടായിരുന്നു. അതിൽ പറയുന്ന വ്യക്തിയാണ് ഇസ്മയിൽ ആൻ ഓൾഡ് ഏജ് ഗുണ്ട വേഴ്സ് വൺ സച്ച്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ്, കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു ഗുണ്ടയാണ് ഇസ്മയിൽ എന്ന് പറയുന്ന വ്യക്തി. വി ബിക്കെയിം ഫ്രണ്ട്സ് ഓർ സോ ഐ തോട്ട്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി, പക്ഷേ ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാവാം ഞങ്ങൾ സുഹൃത്തുക്കളായി എന്നുള്ളത്. ബട്ട് ഹി ഡിഡ്ന്റ് ടേക്ക് ഷേപ്പ് ഇൻ മൈ വേർഡ്സ്. പക്ഷേ അദ്ദേഹം ഒട്ടും എന്താ പറയുക, എൻ്റെ വാക്കുകൾ ഒട്ടും ചിട്ടപ്പെട്ട് വന്നില്ല, അല്ലെങ്കിൽ അതിനങ്ങോട്ട് വഴങ്ങി നിന്നിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് എ വരാൽ ഫിഷ് ഹി സ്ലിപ്ഡ് അവേ ഫ്രം വേർഡ്സ്. ഒരു വരാൽ മത്സ്യം എന്താ പറയുക, വഴുതി പോകുന്ന പോലെ അദ്ദേഹം എന്ത് ചെയ്യാണ്, എൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ ചാടിപ്പോയി. മറ്റുള്ളവരെ പോലെ അവരുടെ ലൈഫിനെ കുറിച്ച് അറിയാനോ ഫോട്ടോ എടുക്കാനോ അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും എന്തിനും കിട്ടിയില്ല. ഇസ്മയിലിനെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ഐ ഗ്രൂ അപ്പ് ഇൻ എ വില്ലേജ് ഇൻ ആലപ്പുഴ. ഞാൻ ജനിച്ചതും ജീവിച്ചതൊക്കെ ആലപ്പുഴയിലാണ്. മൈ ഫാദർ വാസ് എ പൊളിറ്റിക്കൽ വർക്കർ. ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ലൈഫ് വിത്തിൻ ദ ഹൗസ് ആൻഡ് ദ വേൾഡ് ഔട്ട്സൈഡ് വേർ വെരി തിൻ. അപ്പോൾ ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, റിയൽ ലൈഫും ജീവിതവും അതേപോലെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളും വേൾഡ് ഔട്ട്സൈഡ് ലോകം, വീടിന് പുറത്തുള്ളതും വീടിനകത്തുള്ളതും ജീവിതം തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആളുകളൊക്കെ ഒരുപോലെയായിരുന്നു. അത് എൻ്റെ വീട്ടിലെ ആളുകൾ, നിൻ്റെ വീട്ടിലെ ആളുകൾ, അപ്പുറത്തെ വീട്ടിലെ ആളുകൾ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയായിരുന്നു. കാരണം വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ വർക്കർ കൂടെ ആയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ നീ എന്നൊരു വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എവറി പേഴ്സൺ ഗാവ് ഷെയർഡ് ആൻഡ് കെയർഡ് ഫോർ ദെയർ നെയ്ബർ ടു ബിൽഡ് ദ ഇന്റർ കണക്റ്റഡ് ലൈഫ് ഓഫ് ദ വില്ലേജ്. പരസ്പരം വളരെ സഹകരണത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഒക്കെയാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് ദിസ് ഈസ് ആൻഡ് ഓപ്പൺനെസ് ദാറ്റ് വാസ് ലോസ്റ്റ് വെൻ ഐ ബിക്കെയിം പാർട്ട് ഓഫ് ദി അർബൻ മിഡിൽ ക്ലാസ്. പക്ഷേ ആ ഒരു സ്നേഹവും സാഹോദര്യവും ഒരു ഒത്തൊരുമയ്ക്ക് എന്താണ് ഒരു അർബൻ മിഡിൽ ക്ലാസ് ആയതിൽ പിന്നെ അവർക്ക് നഷ്ടപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യാണ്. മട്ടാഞ്ചേരി ക്യാരിഡ് മീ ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ് ആൻഡ് ഇറ്റ്സ് ടെറൈൻ ഓഫ് മെനി സ്പോണ്ടൈനിറ്റീസ്. അപ്പോൾ ആ ഒരു തനിമയും ഭംഗിയും ഗ്രാമഭംഗിയിലേക്കൊക്കെ തിരിച്ചു വന്നൊരു ഫീലാണ് അവർക്ക് ആ ഒരു മട്ടാഞ്ചേരിയിലെത്തിയ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. Under its sun and rain, picking its beans and rains, soaked in its mud and water, my life and language gained a new verve. അങ്ങനെ ആ ഒരു എന്താ പറയുക സൂര്യൻ്റെയും മഴയുടെയും ഒക്കെ അടിയിൽ നിന്നുകൊണ്ട് അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക കുപ്പയിലും കാനയിലും ഒക്കെ നടന്നുകൊണ്ട് എന്ത് ചെയ്യാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് മൊത്തത്തിൽ അവർക്ക് ആ ഒരു എന്താ പറയുക ചെളിയിലും വെള്ളത്തിലൊക്കെ തന്നെ സോക്ക് ചെയ്ത് കുതിർന്ന് നിൽക്കുന്ന ആ ഒരു തനിമ നിറഞ്ഞിട്ടുള്ള ഒരു ഫീൽ അവർക്ക് വരികയാണ്. മാത്രമല്ല മൈ ലൈഫ് ആൻഡ് ലാംഗ്വേജ് ഗെയിൻഡ് എ ന്യൂ വേർവ്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതവും അവരുടെ ഭാഷയും ഒക്കെ പുതിയൊരു വീര്യം കൈവരിച്ച പോലത്തെ ഫീൽ വരികയാണ്. ഐ ബിക്കെയിം എ നേറ്റീവ് ഓഫ് മട്ടാഞ്ചേരി ബിക്കെയിം മൈ ഹോംലാൻഡ്. അങ്ങനെ ഞാനും ഒരു മട്ടാഞ്ചേരിക്കാരിയായിട്ട് മാറുകയാണ് എന്നാണ് പറയണത്. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫ് എന്തായിരുന്നു, അത് എവിടേക്ക് എത്തി, മട്ടാഞ്ചേരിയിൽ എത്തിയപ്പോൾ അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എങ്ങനെ അവരെ തിരിച്ചു കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. കഥാപാത്രങ്ങളെ മെയിനായിട്ടുള്ള ആ വ്യക്തികളെ അതിനെ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം കേട്ടോ. ആരാണ് എന്താണ് പേരൊക്കെ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. ഇത്രയാണ് ചാപ്റ്ററിൽ വരുന്നത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്